എല്ലാവർക്കും റേഡിയോ ലൈഫിൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഡെയിലി മാനിഫെസ്റ്റേഷൻ ജേർണലാണ്. ഡെയിലി മാനിഫെസ്റ്റേഷൻ ജേർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് എല്ലാ ദിവസവും എഴുതി വെച്ച് കഴിഞ്ഞാൽ നടക്കും എന്നാണ് പറയുന്നത്. എനിക്ക് ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പണ്ട് IELTS പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പഠിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു. ഇതുപോലെ ഞാൻ IELTS പാസ്സാകും, ഞാൻ ഇത്ര നാളുകൊണ്ട് പാസ്സാകും, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ആകും എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുമായിരുന്നു. ഏതായാലും അത് പാസ്സൊക്കെ ആയി. അപ്പം ഇപ്പോൾ ഈ പറയുന്നത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നടക്കും എന്നുള്ളൊരു ഐഡിയ പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു സാറ് പറഞ്ഞത്, എൻ്റെ കണക്ക് സാറാണെന്ന് തോന്നുന്നു, കണക്ക് ജേക്കബ് സാറ് പറഞ്ഞതെന്നാന്ന് തോന്നുന്നു, എന്തോ ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അന്ന് തൊട്ടാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി എഴുതി വെച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയത്. അപ്പം അത് ഞാനിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ പിന്നെ ഒരു പുസ്തകം വായിച്ചു, അതായത് ജോസഫ് മർഫിയുടെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഇതുപോലെ ഈ മാനിഫെസ്റ്റേഷൻ, അതായത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊന്നും എഴുതിയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. കണ്ടോ, ബ്ലാങ്കാണിത്, കണ്ടോ, ഇതിലൊന്നും എഴുതി തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട് വെച്ചിട്ട് തന്നെ ഇത് എഴുതി തുടങ്ങാമെന്ന്. എഴുതി നമുക്ക് നോക്കാം, ഞാനൊരു 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലോ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാൻ തുടങ്ങിയാലോ. ഇതിൽ കണ്ടോ, ഇതിൽ ആദ്യം തന്നെ കിടക്കുന്നത് തിങ്കളാഴ്ച നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മാനിഫെസ്റ്റ്, അതായത് ഞാൻ ആരായി കാണണം എന്നൊക്കെ ഉള്ളത് എഴുതാനുള്ളൊരു സ്പേസാണ്. ഐ വാണ്ട് ടു മാനിഫെസ്റ്റ്. ഇപ്പം നിലവിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റൈറ്റ് ബോർഡിനെ ഏറ്റവും വലിയ ലെവലിൽ എത്തിക്കാനുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അത് എഴുതുകയാണ്. ഓക്കെ, വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിൽ, വലിയൊരു സ്റ്റുഡൻസിൻ്റെ ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് അഡ്രസ്സിങ് സ്റ്റുഡൻസ് crowd as right board CEO. അതാണ് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. പിന്നെ പ്രയർ ടു യൂണിവേഴ്സ് എന്തെഴുതും? എൻ്റെ പ്രയർ ടു യൂണിവേഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് ബോർഡിനെ നല്ലതാക്കുക, RB ടോപ്പ് ബ്രാൻഡ് ആക്കുക, പിന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്നെ ആരായിട്ട് സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം എന്താണെന്നുള്ളതാണ്. I see വലിയൊരു ക്രൗഡ്, കുട്ടികളുടെ മുന്നിൽ സംസാരിക്കുന്നു, വലിയ സ്റ്റേജിൽ സംസാരിക്കുന്നു. ഓക്കെ, അതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് സ്വയം തോന്നുന്ന കാര്യം. ഓക്കെ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു 3 മാസത്തിനുള്ളിൽ ഒരു ഓൾട്ടോ കാർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതെഴുതുകയാണ്. I have an ഓൾട്ടോ VXI. ഓക്കെ, എനിക്കുണ്ടെന്ന് ഞാൻ സങ്കല്പിച്ച് എഴുതേണ്ട കാര്യങ്ങളാണത്. ഓക്കെ, I have an ഓൾട്ടോ VXI. I feel എന്തെഴുതും? I feel എന്താണ്? RB become the top brand. RB ഒരു ടോപ്പ് ബ്രാൻഡായിട്ട് മാറിയെന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയാണ്. ഓക്കെ, അടുത്ത എൻ്റെ ഡെയിലി അഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് സമാധാനം, രണ്ടാമത്തത് എന്താണ്? RBക്ക് കൂടുതൽ അഡ്മിഷൻ, പിന്നെ രണ്ടാമത്തത് ലാസ്റ്റ് ഡെയിലി അഫർമേഷൻ എന്ന് പറയുമ്പോൾ ആരോഗ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള ആക്ഷൻ പ്ലാന് സമാധാനത്തിന് വേണ്ടിയിട്ട് എന്താണ്?
ഹസ്ബൻഡായിട്ട് വഴക്കുണ്ടാക്കില്ല. അതാണ് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അഡ്മിഷൻ, ആർബിക്ക് കൂടുതൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ പ്രൊക്രാസ്റ്റിനേഷനൊന്നും ചെയ്യത്തില്ല. പ്രൊക്രാസ്റ്റിനേഷനോട് നോ പറയും. ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സെൽഫ് കെയർ ആണ്. അത് ഞാൻ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഏറ്റവും വലിയ തൽക്കാലം എൻ്റെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഒരു 3 മാസത്തിനുള്ളിൽ പിന്നെ ഔട്ട് വേണം. മാർച്ചിൽ എൻ്റെയും ഹസ്ബൻഡിൻ്റെയൊക്കെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മാർച്ച് 13 എൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് എനിക്കൊരു ഓട്ടോ വേണം എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ ഓട്ടോ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും RB വൺ ഓഫ് ദി ടോപ്പ് ബ്രാൻഡ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും എൻ്റെ ഈ അഫർമേഷൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പുസ്തകം വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണിത്, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എനിക്കിത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. ഞാനിത് പിന്നെ ഫുൾ വായിച്ചില്ല, പക്ഷേ നല്ല ഇതിൽ 3/4 ഭാഗം വരെ ഞാൻ വായിച്ചു കൊടുത്തു. അത്രയും വരെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അത് പ്രകാരമാണ് ഞാൻ ആമസോണിൽ നിന്ന് ഈ ഡെയിലി ജേർണലൊക്കെ വാങ്ങിച്ച് എഴുതാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം ഈ പറയുന്ന മാതിരി ഉപബോധ മനസ്സിന് ശക്തിയുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന അഫർമേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പം അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ.